കേരളത്തിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. പരിശോധനകൾ പലയിടങ്ങളിലും കാര്യമായി രാവിലെ നടക്കുന്നു എന്നുള്ളതാണ്. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഒക്കെ ഇപ്പോൾ ഈ പരിശോധനയുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. ഇതാ ഇപ്പോൾ വിജിനാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. വിജിൻ, കേരളത്തിൽ സുരക്ഷാ ക്രമീകരണം ശക്തമാക്കിയിട്ടുണ്ട് എന്നൊരു വാർത്ത രാവിലെ തന്നെ വന്നിരുന്നു, നമ്മൾ കൊടുത്തിരുന്നു. അത് പരിശോധനകളിൽ എങ്ങനെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്? ശരത്ത്, തീർച്ചയായും ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ എല്ലാം ഒരുക്കിയിരുന്നു. ഈ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് രാമക്ഷേത്രത്തിന് അയോധ്യയിൽ പ്രതിഷ്ഠ തുടങ്ങുന്ന സമയത്ത് തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ഓരോ തരത്തിലുള്ള ആചാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഒക്കെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചാണ് അത്തരത്തിലുള്ള പൂജകളും വഴിപാടുകളും ഒക്കെ ശ്രീരാമന് നേരുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട്. എന്തായാലും രാഷ്ട്രീയപരമായ ചില പ്രശ്നങ്ങൾ, രാഷ്ട്രീയപരമായി ഇതിന് മുതലെടുക്കാനുള്ള ശ്രമം, മറ്റു തരത്തിലുള്ള വർഗീയമായ ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത എല്ലാം മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കേരളത്തിലും ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും സംസ്ഥാനത്ത് ഗവർണർ, അതുപോലെ തന്നെ കുമ്മനം രാജശേഖരൻ, BJP നേതാക്കൾ ഒക്കെ ഇത്തരത്തിൽ ഈ രാമക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് തന്നെ ക്ഷേത്രങ്ങളിൽ എത്തുന്നുണ്ട്. ആ രീതിയിലാണ് BJP ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ളൊരു നീക്കം ഇപ്പോൾ നടത്തുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ, പ്രത്യേക പൂജകൾ ഒക്കെ നടക്കും. നേരിട്ട് ഈ ആളുകളുടെ ഇടയിലേക്ക് BJP രാഷ്ട്രീയം പറയാതെ ഇത്തരം അമ്പലങ്ങളിലേക്ക് ആളുകളെ എത്തിച്ച് ക്ഷേത്രങ്ങളുടെ പൂജയുമായി ബന്ധപ്പെട്ട് അത്തരം വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു നീക്കമാണ് BJP നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി മുഴുവൻ ക്ഷേത്രങ്ങളിലും, സംസ്ഥാനത്തെ മുഴുവൻ ക്ഷേത്രങ്ങളിലും ഈ പൂജയും വഴിപാടുകളും ഒക്കെ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ രീതിയിൽ എത്തുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടാകാതിരിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ സംസ്ഥാനത്തും കൃത്യമായി എല്ലാ തരത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ വർഗീയമായി ഇതിനെ ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യം ഒക്കെ ഒഴിവാക്കാനുള്ള എല്ലാ നിർദ്ദേശവും പോലീസും നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം മുൻനിർത്തിയാണ് ഇത്തരത്തിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെയുള്ളവർ ഈ പ്രധാന ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ നേതാക്കൾ, ഗവർണർ ഉൾപ്പെടെ എത്തുന്ന സ്ഥലങ്ങളിലുമെല്ലാം പരിശോധന പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് എന്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റു തരത്തിൽ ഈ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട മറ്റു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളിലൂടെ സർക്കാർ സ്വീകരിക്കുന്നത്. ശരത്, ശരി. വിജിനാണ് വിശദാംശങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.